ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന അതിപൈശാചികമായ ഒരു ബലാത്സംഗത്തിന്റെ സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്ത്യൻ നിയമ വ്യവസ്ഥയിലും മനസാക്ഷിയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ നിർഭയ കേസ്. ഡൽഹി 2012 ഡിസംബർ 16 രാത്രി ഏകദേശം 9 മണിയോടെയാണ് സംഭവം നടന്നത്. ഡൽഹിയിലെ സാക്കേതിലുള്ള ഒരു മാളിൽ നിന്ന് ലൈഫ് ഓഫ് പൈ എന്ന സിനിമ കണ്ട് മടങ്ങുകയായിരുന്ന 23 വയസ്സുള്ള പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയും അവളുടെ സുഹൃത്തും അവർ മുനീർഖയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകാനായി ഒരു സ്വകാര്യ ബസ്സിൽ കയറി. ആ സമയത്ത് ബസ്സിൽ ഡ്രൈവർ ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു. ബസ്സിന് ഉള്ളിൽ വെച്ച് തന്നെ പ്രതികൾ യുവതിയെയും സുഹൃത്തിനെയും ശല്യം ചെയ്യാൻ തുടങ്ങുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സുഹൃത്തിനെ അബോധാവസ്ഥയിലാക്കിയ ശേഷം ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ വെച്ച് തന്നെ 6 പ്രതികളും ചേർന്ന് മൃഗീയമായി യുവതിയെ മാറി മാറി ബലാത്സംഗം ചെയ്തു. അതിനുശേഷം ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് യുവതിയുടെ ആന്തരികാവയവങ്ങൾ മാരകമായ പരിക്കേൽപ്പിക്കുകയും ഏകദേശം 11 മണിയോടെ ഇവരെ 2 പേരെയും വിവസ്ത്രയാക്കിയ നിലയിൽ റോഡിൽ ഉപേക്ഷിച്ചു ബസ് കൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഉപേക്ഷിക്കപ്പെട്ട ഇവരെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ യുവതിക്ക് ബോധം വരികയും ഇതിനിടയ്ക്ക് യുവതി ഒരു പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. ഇതാണ് കേസിൽ നിർണായകമായത്. യുവതിയുടെ നില വഷളാകുകയും സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഡിസംബർ 29 യുവതി മരണപ്പെട്ടു. ഈ കൃത്യങ്ങൾ നടത്തിയ നരാധനന്മാർ ആരെന്ന് നമുക്ക് രാം സിംഗ്, ബസ് ഡ്രൈവർ. വിചാരണയ്ക്കിടെ 2013 തിഹാർ ജയിലിൽ ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്ന് കരുതപ്പെടും. മുകേഷ് സിംഗ്, രാം സിംഗിന്റെ സഹോദരൻ. വിനയ് ശർമ്മ ഒരു ജിം ട്രെയിനറായിരുന്നു. അക്ഷയ് കുമാർ സിംഗ് ബസ് ക്ലീനറായി ജോലി ചെയ്യും. പവൻ ഗുപ്ത ഒരു പഴക്കച്ചവടക്കാരനായി. ഇവരാണ് ഈ കേസിലെ മൃഗീയമായ പ്രതികൾ. പ്രായപൂർത്തിയാകാത്ത പ്രതി. സംഭവ സമയത്ത് ഇയാൾക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നില്ല. അതിനാൽ ഇയാളെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് കീഴിൽ 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ശിക്ഷ കാലാവധിക്ക് ശേഷം ഇയാൾ വിട്ടയക്കപ്പെട്ടു. ശിക്ഷ നീണ്ട 8 വർഷങ്ങളുടെ സമര പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ആദ്യത്തെ 4 പ്രതികളെയും മുകേഷ്, വിനയ്, അക്ഷയ്, പവൻ എന്നിവരെ 2020 മാർച്ച് 20 പുലർച്ചെ 5:30 തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. നിർഭയക്ക് നീതി ലഭിച്ചു. നീണ്ട 8 വർഷങ്ങൾ എടുക്കേണ്ടി വന്നു അവൾക്ക് നീതി ലഭിക്കാൻ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പോരായ്മ. വാദപ്രതിവാദങ്ങളാണ് പ്രതികൾക്ക് കുറ്റങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നൽകുന്നത്. എങ്കിലും നീതി ലഭിച്ച